നമസ്കാരം, ഞാൻ പ്രസാദ് കരിശ്ശേരി. ഞാൻ ഇന്ന് നിൽക്കുന്നത് ബെൽത്തങ്ങാടിക്കടുത്തുള്ള നട എന്നുള്ള സ്ഥലത്താണ്. ജോർജ് ഏട്ടൻ്റെ നല്ല മാംഗോസ്റ്റിൻ വെച്ചുപിടിപ്പിച്ചിട്ടുള്ള ഏകദേശം 20 വർഷത്തോളം പ്രായമായ മാംഗോസ്റ്റിൻ 1.5 ഏക്കറിൽ ഏകദേശം 120 തൈകളാണ് വളർന്ന് പന്തലിച്ച് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ നമ്മുടെ കാസർഗോഡ് ഭാഗത്ത് വളരെ കുറവാണ്. പക്ഷേ കർണാടകയിൽ വന്നു കഴിഞ്ഞെങ്കിൽ നല്ല മനോഹരമായ ഈ മാംഗോസ്റ്റിൻ്റെ തോട്ടങ്ങൾ, ഇവിടുന്ന് കായ്ച്ച ഫലങ്ങൾ ഏകദേശം ശരിക്കും നോക്കി പറഞ്ഞെങ്കിൽ 20 വർഷം പ്രായമായ തോട്ടത്തിലാണ്, മാംഗോസ്റ്റിൻ്റെ തോട്ടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മാംഗോസ്റ്റിൻ എന്ന് പറഞ്ഞെങ്കിൽ കുത്ത് മുളപ്പിച്ച തൈകൾ വെക്കുന്നതാണ് ഏറ്റവും ഉചിതം. അത് ഒരു മാംഗോസ്റ്റിന്ന് മറ്റൊരു മാംഗോസ്റ്റിനിലേക്ക് നീളം വീതി എന്നുള്ള ഒരു പറയുന്ന 20 അടി അല്ല 20x20 എന്നുള്ള കണക്കിന് വെച്ച് കഴിഞ്ഞെങ്കിൽ ഇത് ഏകദേശം ഒരു ലൈഫിൽ ഒരു 10-40 വർഷത്തേക്ക് നമുക്ക് പരസ്പരം ടച്ച് ചെയ്യാണ്ട് വെക്കാൻ പറ്റും. ഇത് കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ട് എന്നാണ് ഇതിന്റെ ഉടമസ്ഥനായ ജോർജ് ഏട്ടൻ പറഞ്ഞിട്ടുള്ളത്. ശരിക്കും ഈ ഭാഗത്തേക്ക് ടച്ച് ചെയ്യുന്നില്ലെങ്കിലും ഇതിന്റെ ഈ ഭാഗത്തേക്ക് തമ്മിൽ ടച്ച് ചെയ്യാൻ തുടങ്ങി 20 വർഷത്തിൽ തന്നെ. പിന്നെ മറ്റൊന്ന്, ഈ ചെടികൾ ഒരു സാധാരണ നമ്മൾ യൂട്യൂബിലെല്ലാം കാണുന്ന പോലെ വെച്ച് കഴിഞ്ഞിട്ട് ഒരു 5 വർഷം കൊണ്ട് കായ്ക്കുന്നു പറയുന്നുണ്ടെങ്കിലും 5 വർഷം കൊണ്ട് ചെറിയൊരു കായ പിടുത്തം തുടങ്ങിയെങ്കിലും ഒരു നമ്മൾ കായ വിൽക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ശരിക്കും 10 വർഷം വേണ്ടി വരും. ഇതിൻ്റെ ഒരു നമുക്ക് എന്താ പറയുന്ന ഒരു കച്ചവട രീതിയിൽ ഈ മാംഗോസ്റ്റിൻ വച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് അതിൽ നിന്ന് ആദായം എടുക്കാൻ വേണ്ടിയിട്ട്. നോർമലി പറയുന്നത് ശരിയാണ്, 5 വർഷം കൊണ്ട് ചെറിയൊരു ഫലം, അതായത് ഒരു മാംഗോസ്റ്റിന് 10-12 പഴം കിട്ടും. ശരിക്കും ഇപ്പൊ ഈ മാംഗോസ്റ്റിനുള്ള 20 വർഷം പ്രായമായ ഈ മാംഗോസ്റ്റിന് ഈ ജോർജ് ഏട്ടൻ ഇതിൽ പ്രതീക്ഷിക്കുന്നത് എന്ന് പറഞ്ഞാൽ 80 മുതൽ 100-110 കിലോ മാംഗോസ്റ്റിൻ കിട്ടുന്നതാണ് നമ്മളുമായിട്ട് സംസാരിച്ചതിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിന് ഏകദേശം നല്ല വില കിട്ടുകയാണെങ്കിൽ നല്ലൊരു 10-50,000 രൂപ ഒരു മരത്തിൽ നിന്ന് ആദായം എടുക്കുന്നതാണ് അദ്ദേഹം പറയുന്നത്. ഏകദേശം ഈ 120 മരത്തിൽ നിന്ന് ഏകദേശം അദ്ദേഹത്തിന് ഒരു 30 ലക്ഷം രൂപയ്ക്ക് മേലെ ആദായം കിട്ടുന്നുള്ള ഒരു കണക്കുകൂട്ടലിലാണ് അദ്ദേഹം ഈ പണ്ട് ഇവിടെ കവുങ്ങ് കൃഷിയായിരുന്നു, അതൊക്കെ വെട്ടി മാറ്റിയിട്ടാണ് ഈ നമ്മളെ മാംഗോസ്റ്റിൻ ഇവിടെ വച്ചുപിടിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് മാംഗോസ്റ്റിൻ മാത്രമല്ല, മാംഗോസ്റ്റിൻ ഉണ്ട്, റംബൂട്ടാനുണ്ട്, അബ്യൂ തുടങ്ങിയ ചെടികളെല്ലാം തന്നെ ഇദ്ദേഹം വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പഴങ്ങളെല്ലാം തന്നെ അദ്ദേഹം ഗോവ, ബോംബെ, അതുപോലെ തന്നെ ബാംഗ്ലൂർ മുതലായ സ്ഥലങ്ങളിലേക്ക് കയറ്റി അയക്കുകയും ചെയ്യുന്നുണ്ട്.